ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നല്ലൊരു നെല്ലിക്ക ഉപ്പിലിട്ടതാണ് കേട്ടോ. വളരെ സിമ്പിളാണ് നെല്ലിക്ക ഉപ്പിലിടുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൽ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ നെല്ലിക്ക ഉപ്പിലിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള നെല്ലിക്ക എടുത്തിട്ടുണ്ട്. തീരെ ചെറുതാവാനും പാടില്ല, അതുപോലെ തന്നെ തീരെ വലിയ നെല്ലിക്കയിൽ നമ്മൾ ഉപ്പിലിട്ടാൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നെല്ലിക്ക എടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള നെല്ലിക്കയാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് നമ്മൾ നെല്ലിക്ക ഉപ്പിലിടാനായിട്ട്. അപ്പോൾ ഇതുപോലെ 1/2 കിലോ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നെല്ലിക്ക എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായി തന്നെ നമ്മുടെ നെല്ലിക്ക ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമുക്ക് നെല്ലിക്ക ഇതുപോലെ ഫസ്റ്റിൽ ഒരു 2-3 തവണ ഒന്ന് കഴുകി എടുത്തേക്കണം. ഇതുപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത ഓരോ നെല്ലിക്കയും നല്ലൊരു കോട്ടൺ ടവൽ ഉപയോഗിച്ച് ഇതിന് പുറം ഭാഗത്തുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് തുടച്ച് മാറ്റണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ നെല്ലിക്ക ഉപ്പിലിട്ടത് അധികം നാൾ കേടാകാതെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഒരല്പം പോലും വെള്ളത്തിൻ്റെ അംശമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കാം നമുക്ക്. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ നെല്ലിക്ക എല്ലാം വെള്ളമെല്ലാം ഒന്ന് തുടച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഓരോ നെല്ലിക്കയും ഒരു കത്തി കൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഒരു 3-4 വരഞ്ഞ് അങ്ങനെ കൊടുത്താൽ മതിയാവും. ഒരുപാടൊന്നും വരേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇതിനുള്ളിലേക്ക് നന്നായിട്ട് ഉപ്പും എരിവും എല്ലാം ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ നെല്ലിക്ക ഉപ്പിലിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇതുപോലെ വരഞ്ഞ് തന്നെ ഇടണം കേട്ടോ. എങ്കിൽ മാത്രമേ അതിൽ നല്ല കറക്റ്റായിട്ട് ഉപ്പ് പിടിച്ച് വരുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒന്ന് വരഞ്ഞെടുക്കാം. എല്ലാ നെല്ലിക്കയും ഇതുപോലെ ഒന്ന് കത്തി കൊണ്ടുവന്ന് വകന്നെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നിറയെ എടുത്തിട്ടില്ല, നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ളത് മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ 1/2 കിലോ നെല്ലിക്കയ്ക്കാണ് ഈ ഒരു അളവിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഓരോ കാന്താരിയുടെയും അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് വകന്ന് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അതിൽ ആ എരിവ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ വെള്ളത്തിലേക്കും അതുപോലെ തന്നെ നെല്ലിക്കയിലേക്കും പിടിച്ച് കിട്ടുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നെല്ലിക്ക നമ്മൾ വൃത്തിയാക്കി എടുത്തതുപോലെ തന്നെ ഇതിലും ഒരു അല്പം പോലും വെള്ളമില്ലാതെ ഒന്ന് നന്നായിട്ട് തുടച്ച് മാറ്റി എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഇനി നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 1.5 ലിറ്റർ അളവിലാണ് കേട്ടോ വെള്ളം വെച്ചിട്ടുള്ളത്. കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മുടെ ആ കുപ്പിയുടെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ചു തുടങ്ങുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ കല്ലുപ്പാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അളവിലാണ് കല്ലുപ്പ് എടുത്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ഉപ്പിലിട്ട് തയ്യാറാക്കുമ്പോഴത്തേക്കും വെള്ളത്തിനൊരല്പം ഉപ്പ് കൂടുതലായിട്ട് തന്നെ ഉണ്ടാവണം. അതായത് കുറച്ചൊരു പൊടിക്ക് ഇങ്ങനെ ഉപ്പ് ഫ്രണ്ടിൽ നിൽക്കണം. എങ്കിൽ മാത്രമേ ആ കറക്റ്റ് ഉപ്പ് നമ്മുടെ നെല്ലിക്കയിൽ പിടിച്ച് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ അധികമായിട്ട് തന്നെ ഉപ്പ് നിൽക്കണം. എന്ന് വെച്ചിട്ട് ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഈ 1 ലിറ്റർ അളവിൽ വെള്ളത്തിന് 1/2 കപ്പ് അളവിലാണ് കല്ലുപ്പ് ചേർത്തിട്ടുള്ളത്. കല്ലുപ്പിന് പകരം നമുക്ക് സാധാരണ ഉപ്പും ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വിനീഗറും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വിനാഗിരി ചേർക്കുന്ന സമയത്ത് നമ്മുടെ നെല്ലിക്കയ്ക്ക് ചെറിയൊരു പുളിപ്പുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കാനും നമ്മുടെ ഈ വിനാഗിരി ചേർക്കുന്നതുകൊണ്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ വിനാഗിരിയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ വിനാഗിരിയുടെ ആ ഒരു ചെറിയ കുത്തൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തേക്കണം. ഇപ്പോൾ നമ്മുടെ ഈ വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിളയ്ക്കുന്ന ചൂടല്ലേ, ഈ ഒരു ചൂടങ്ങ് മാറണം. ചെറിയൊരു ചൂടും വെള്ളത്തിന് മാത്രം മതിയാവും. ഒരുപാട് തിളച്ച ചൂട് നമുക്ക് ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ തിളച്ച ചൂടിലേക്ക് നമ്മളിപ്പോൾ നെല്ലിക്ക ഇടുകയാണെന്നുണ്ടെങ്കിൽ നെല്ലിക്ക അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ. അതായത് ഒരു 4-5 ദിവസം, ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും തന്നെ ആ നെല്ലിക്കയുടെ നെല്ലിക്ക നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് ആ ചെറിയ ക്രിഞ്ചിനെസ് ഒക്കെ അങ്ങ് പോയി കിട്ടും. അപ്പോൾ അതിൻ്റെ പേരിൽ നന്നായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ചെറിയ ചൂടിൽ മാത്രം നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ട് സൂക്ഷിക്കാനായിട്ട് നന്നായിട്ട് ഉണങ്ങിയ ഒരു കുപ്പിയാണ് വേണ്ടത്. അപ്പോൾ ഗ്ലാസിൻ്റെ കുപ്പിയോ അല്ലാന്നുണ്ടെങ്കിൽ ഭരണിയോ നമുക്ക് എടുക്കാവുന്നതാണ്. അത് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ആ കംപ്ലീറ്റ് വെള്ളം ഒന്ന് മാറ്റിയേക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കാന്താരി മുളകാണ്.
മുളക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നെല്ലിക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കംപ്ലീറ്റ് നെല്ലിക്കയും നമ്മുടെ ഈ കുപ്പിയിലേക്ക് ചേർക്കാം. നെല്ലിക്കയെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ബാക്കി വന്ന നമ്മുടെ ആ കാന്താരി മുളകും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. അപ്പോൾ ഈ കാന്താരി മുളകിൽ നമ്മൾ നെല്ലിക്ക ഉപ്പിലിടുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ കാന്താരി മുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് സാധാരണ പച്ചമുളക് എടുക്കാവുന്നതാണ്. പക്ഷേ കാന്താരി ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചേർത്ത് വയ്ക്കണം. മുളകെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ആ വെള്ളം ചേർക്കാം. ഇളം ചൂട് വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇളം ചൂടുവെള്ളം ചേർക്കുന്നതിൻ്റെ പേരിൽ തന്നെ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ ആ നെല്ലിക്ക കറക്റ്റ് പാകത്തിന് റെഡിയാകുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ ആ ചെറിയ ചൂടല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ പേരിൽ ആ ഉപ്പൊന്നും അതിൽ കറക്റ്റായിട്ട് പിടിച്ച് വരില്ല. ആ ഉപ്പെല്ലാം ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഒരു 3-4 ദിവസം എടുക്കും കേട്ടോ. അതിനുശേഷം നല്ല സൂപ്പറായിട്ടുള്ള നെല്ലിക്ക ഉപ്പിലിട്ട നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. നല്ല ക്രിഞ്ചി ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആ നെല്ലിക്കയിലുള്ള വൈറ്റമിൻസ് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാകും. കാരണം നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടല്ലല്ലോ നമ്മൾ ഈ നെല്ലിക്ക ഉപ്പിലിടുന്നത്. നമ്മൾ ഈ ഒരു രീതിക്ക് നെല്ലിക്ക ഉപ്പിലിടുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം കേടാകാതെ തന്നെ നെല്ലിക്ക ഉപ്പിലിട്ട് നമുക്ക് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴായിരിക്കും ഒരുപാട് നാളത് കേടാകാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് ഇപ്പോൾ നെല്ലിക്കയുടെ സീസൺ കൂടിയാണ്. നെല്ലിക്ക ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കഴിച്ചിരിക്കണം. ഉപ്പിലിട്ടോ അല്ല ഉപ്പിലിടാതെയോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെല്ലിക്കയൊക്കെ ധാരാളം വാങ്ങി കഴിക്കണം കേട്ടോ. അപ്പോൾ സീസൺ സമയത്താകുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പത്തിൽ അത് കിട്ടുകയും ചെയ്യും. അടുത്ത പ്രാവശ്യം നെല്ലിക്ക വാങ്ങുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊരു നെല്ലിക്ക ഉപ്പിലിട്ട് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കത് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. Ta-ta!